ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഹോശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം തിരുപ്പിറവിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ ആഴത്തിൽ ദൈവത്തിനു വേണ്ടി, ഉണ്ണിമിശിഹായ്ക്ക് വേണ്ടി എന്തെന്നില്ലാത്ത ഒരു ദാഹം ഉയരുകയാണ്. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണുവാൻ കഴിയുക എന്നുള്ളതാണ്. തിരുപ്പിറവിയുടെ ആ നിമിഷത്തോട് അടുക്കും തോറും അങ്ങയെ എന്റെ കരങ്ങളിലും എന്റെ ഹൃദയത്തിലും സമ്മുഖിക്കുവാനുള്ള വലിയൊരു ദാഹം, അദമ്യമായ ഒരു ദാഹം ഉയരുകയാണ്. ഈ പ്രഭാതത്തില് നമുക്ക് തിരുവചനത്തിലേക്ക് തന്നെ കടക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ യേശുവിന്റെ തിരുവചനത്തെക്കുറിച്ച് തന്നെ പഠിപ്പിക്കുകയാണ്. ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തില് 31-ാമത്തെ തിരുവചനത്തിൽ നാം വ്യക്തമായി കാണുകയാണ്, ദൈവത്തിന്റെ ദൂതൻ പരിശുദ്ധ മറിയത്തിന്റെ അരികിൽ വന്നു നിന്ന് പറയുന്നതായ ഒരു വചനം, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ വലിയ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മറിയത്തോട് ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ വലിയ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതായ വലിയൊരു സന്ദേശമാണ്. നീ ഒട്ടും ഭയപ്പെടേണ്ട. പർദീസായിൽ വെച്ച് ഭയന്ന് വിറച്ച ഹവ്വായെ നാം കാണുന്നുണ്ട്. ഭയന്ന് വിറച്ച ഹവ്വ എങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ പരിശ്രമിച്ചു എന്നും നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ. എന്നാൽ ലൂക്ക അറിയിച്ച വിശുദ്ധ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴേ നാം വ്യക്തമായി കാണുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരുസന്നിധിയിൽ മറിയത്തിന്റെ അടുക്കലേക്ക് വരുന്ന ദൈവത്തിന്റെ ദൂതനെ നാം അവിടെ കാണുകയാണ്. അവിടെ ദൈവത്തിന്റെ ദൂതൻ വലിയൊരു കാര്യം മറിയത്തോട് തന്നെ പറയുന്നുണ്ട്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ ശക്തി അവനിൽ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്നെല്ലാം പറഞ്ഞ് ദൈവത്തിന്റെ ദൂതൻ മറിയത്തിന് വളരെയേറെ ശക്തമായ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ നൽകുന്നത് നമ്മൾ കാണുകയാണ്. എന്നിട്ട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവപുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. അവന്റെ സിംഹാസനം, പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന് ഈശോ എന്ന് പേരിടണം എന്ന് ഗബ്രിയേൽ ദൂതൻ വ്യക്തമായി തന്നെ മറിയത്തോട് പറയാണ്. അവന് ഈശോ എന്ന് പേരിടണം. മത്തായി അറിയിച്ച സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ 1-ാമത്തെ അധ്യായത്തില് 21 മുതൽ 23 വരെയുള്ളതായ തിരുവചനത്തില് നമ്മൾ കാണുകയാണ്, യോസഫിന് ഉറക്കത്തിൽ നിദ്രയിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, മറിയത്തെ നീ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവന് നീ യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്ന് വലിയൊരു ശക്തമായൊരു സന്ദേശം
ഒരു വെളിപ്പെടുത്തൽ കൊടുക്കുകയാണ്. യോസഫ് ആ സ്വപ്നത്തിൽ ഈ വെളിപ്പെടുത്തലിലൂടെ ശക്തി പ്രാപിക്കുന്നുണ്ട്. മറിയത്തെ സ്വീകരിക്കുവാൻ, അവളിൽ നിന്ന് പിറക്കുന്നതായ ശിശുവിനെ സ്വീകരിക്കുവാനുള്ളതായ ഒരു ശക്തി അവൻ സ്വീകരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതൻ തുടരുന്നുണ്ട്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നതായ ആ ദൈവം അവന്റെ കൂടെ, നമ്മുടെ കൂട്ടത്തിൽ അവനിലൂടെ ഉണ്ടായിരിക്കുമെന്നും ദൈവത്തിന്റെ ദൂതൻ ശക്തിപ്പെടുത്തുന്നുണ്ട്. മറിയം ഒരു കാര്യം ഈ ദൈവത്തിന്റെ ദൂതനോട് ചോദിക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേ ദൈവത്തിന്റെ ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പറയുകയാണ്. അവിടെ എല്ലാം നല്ല ധൈര്യം കൊടുക്കുന്ന ദൈവത്തിന്റെ ദൂതൻ ഒരു വാക്ക് ദൈവത്തിന്റെ ദൂതൻ യോസഫിനോടും മറിയത്തോടും ഊന്നി പറയുന്നുണ്ട്. അവന് നീ യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കുമെന്ന്. ഞങ്ങൾ തീർത്തും നിലംപറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സങ്കീർത്തകൻ ആവശ്യപ്പെടുന്നത്. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങൾ നിലം പറ്റിയവരായി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ എന്ന സങ്കീർത്തന വചനം നമ്മൾ കാണുകയാണ്. കത്തോലിക്കാ തിരുസഭയുടെ പ്രബോധന ഗ്രന്ഥത്തില് 430 ഖണ്ഡികയില് യേശു എന്ന പദത്തിനർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവം രക്ഷിക്കുന്നു. ദൈവത്തിന്റെ രക്ഷ യേശുവിന്റെ ഈ നാമത്തിലൂടെ നാം ഓരോരുത്തരിലേക്കും ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. യേശു എന്ന നാമം അവിടുത്തെ വ്യക്തിത്വത്തെയും അവിടുത്തെ ദൗത്യത്തെയും സൂചിപ്പിക്കുകയാണ്. രണ്ട് സംഗതിയിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ്. അവിടുത്തെ വ്യക്തിത്വത്തിലേക്കും അതുപോലെ തന്നെ അവിടുത്തെ ദൗത്യത്തിലേക്കും. അവിടുത്തെ വ്യക്തിത്വം യേശു എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. ഈ വ്യക്തിത്വം എങ്ങനെയാണ് അവിടത്തേക്ക് കിട്ടിയത് എന്ന് നമ്മൾ നിക്കിയ സൂനകദോസിലെ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിലൂടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച്, നോക്കിയാ പറയുന്ന വാക്കുകളൊക്കെ എന്താണ്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു. സ്വർഗത്തിന്റെ സ്വർഗീയ ശക്തിയുമായി ഇറങ്ങി വരുന്ന വ്യക്തിത്വമാണ് യേശുവിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതമായ ഒരു വ്യക്തിത്വമാണ്. ആത്മാവിന്റെ നിറവ് ആ വ്യക്തിത്വത്തിൽ മുഴുവനുമുണ്ട്. വീണ്ടും പറയുന്നത്, കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു. യേശുവിന്റെ ആ ചൈതന്യത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് കന്യകാമറിയം. ആരാണ് ഈ കന്യകാമറിയം? ദൈവത്തിന്റെ ദൂതൻ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നതായ ആ കാര്യം, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. അപ്പൊ ഈ നന്മ നിറഞ്ഞവളുടെ മാനുഷികത, നന്മ നിറഞ്ഞവളുടെ വ്യക്തിത്വം ഏറ്റെടുത്ത ദൈവത്തിന്റെ പുത്രനാണ് മിശിഹ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്, യേശു നാമം അവിടുത്തെ വ്യക്തിത്വത്തെ കാണിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? യേശു നാമം ഉച്ചരിക്കുമ്പോഴേ ഇത്ര വലിയ ശക്തി, പാപത്തിൽ നിന്ന് വിമോചനം, രോഗശാന്തി, പൈശാചിക ബന്ധനത്തിനുള്ള വിമോചനം, അതുപോലെ തന്നെ സാമ്പത്തിക, മാനസിക, ശാരീരിക പ്രതിസന്ധി എന്നുള്ളതായ വിടുതൽ, ഇതെല്ലാം ലഭിക്കുന്നതിന്റെ കാരണം ഈ യേശു എന്ന് പറയുന്ന വ്യക്തി ഉൾക്കൊള്ളുന്നതായ ശക്തി ചൈതന്യം തന്നെയാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനാണ്, പിതാവിൽ നിന്നിറങ്ങി വന്നവൻ. പിതാവിന്റെ ശക്തിയുമായി, പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയുമായി, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പരിശുദ്ധിയുമായി അവളുടെ മാനുഷികതയെ സ്വീകരിച്ചുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം അത് യേശുവിന്റെ വ്യക്തിത്വമാണ്. കൃപ നിറഞ്ഞ വ്യക്തിത്വമാണത്. പൂർണ്ണത നിറഞ്ഞ വ്യക്തിത്വമാണ്. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. ഇതാണ് യേശുവിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ആരെല്ലാം യേശുവിന്റെ ഈ തിരുനാമത്തിൽ വിശ്വസിച്ച് ആ തിരുനാമം പറയുന്നോ, ഏറ്റുപറയുന്നോ, അവർക്കെല്ലാം ഈ ദൈവിക ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പിതാവായ ദൈവത്തിന്റെ ചൈതന്യം, ഇവയെല്ലാം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ പ്രബോധന ഗ്രന്ഥത്തിൽ 430-ാമത്തെ തിരുവചനത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, യേശു എന്ന പദത്തിന് അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്.
യേശു എന്ന പദം വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ രക്ഷ അങ്ങോട്ട് വരികയാണ്. രണ്ട് കാര്യങ്ങൾ, യേശുവിന്റെ വ്യക്തിത്വത്തെയും അവിടുത്തെ ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു. അവിടുത്തെ ദൗത്യമാകട്ടെ മനുഷ്യ മക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ്. പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. യേശു ദൈവപുത്രനാണ്. ദൈവത്തിന്റെ പുത്രനായ യേശുവിന് മാത്രമേ പാപത്തിൽ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. രക്ഷാകര ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം അവരെ തങ്ങളുടെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ യേശുവിനെ അയക്കുകയാണ്. ദൈവത്തിന് മാത്രമേ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ കഴിയുകയുള്ളൂ. മതബോധന ഗ്രന്ഥത്തില് 432 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് സാർവലൗകികവും പരമവുമായ മോചനം നൽകുവാൻ അവതരിച്ച ദൈവപുത്രന്റെ വ്യക്തിത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ആ ശക്തിവിശേഷം ആ തിരുനാമം ഉച്ചരിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വ്യക്തമായി പറയുന്നത് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിലെ 10-ാമത്തെ അധ്യായത്തിൽ 9 മുതൽ 11 വരെയുള്ളതായ തിരുവചനത്തിൽ പറയുന്നത്, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന്. രക്ഷ പ്രാപിക്കുവാൻ രണ്ട് കാര്യങ്ങൾ പൗലോസ്ലീഹ പറയുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അതായത് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിച്ചു എന്ന്. കുഞ്ഞുമക്കളെ രക്ഷ പ്രാപിക്കുവാൻ വലിയൊരു മാർഗം നല്ലവനായ ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ യേശു എന്ന പവിത്രമായ നാമം നമ്മുടെ അധരത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ, നമ്മുടെ ഹൃദയത്തിലാകട്ടെ. യേശു എന്ന പരിശുദ്ധമായ നാമം നിറഞ്ഞു നിൽക്കുക മാത്രമല്ല, അവനെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളതായ ആ ഹൃദയത്തിന്റെ ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ അത് നിരന്തരം ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതീകരിക്കപ്പെടുവാനും ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കുവാനും വേണ്ടിയിട്ടാണ് വാസ്തവം പറഞ്ഞാല് പൗലോസ്ലീഹ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അവന്റെ നാമം നമുക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ. യേശുവിന്റെ നാമമാണ് എപ്പോഴും നമുക്ക് എന്തെന്നില്ലാത്ത ശക്തി പ്രദാനം ചെയ്യുന്നത്. അപകടങ്ങളിൽ നമ്മളെ രക്ഷിക്കുന്നത്, പാപത്തിൽ നമ്മളെ രക്ഷിക്കുന്നത്, പാപ പ്രലോഭനങ്ങൾ നമ്മളെ രക്ഷിക്കുന്നത് ഈശോയെ എന്നുള്ള ആ വലിയ നാമമാണ്. സ്വർഗമാക്കി നിറഞ്ഞൊരു നാദം, പൊഴിയിൽ ജീവൻ പകർന്നൊരു നാദം, ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം, അന്നമായി മന്ന ഒഴിച്ചൊരു നാദം, മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം. ഒരിക്കൽ ഒരു യുവാവ് പറയുകയായിരുന്നു, നിരന്തരമായ തിന്മയ്ക്ക് അടിപ്പെട്ട് പാപ പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ട അവൻ പലപ്പോഴും കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുമ്പസാരിക്കാൻ ചെന്നപ്പോഴേ അവൻ പറയാണ്, കുമ്പസാരിപ്പിക്കുന്ന വൈദികനോട് ഞാൻ പറഞ്ഞു, എന്റെ ഏശ, എനിക്ക് ഇതിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല എന്ന് അവൻ പറയാണ്. അവൻ പറഞ്ഞു, ആ വൈദികൻ എന്നോട് പറഞ്ഞ വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അച്ഛൻ എന്നോട് പറഞ്ഞു, പ്രലോഭനം വരുന്നു എന്ന് കരുതി നീ പേടിക്കേണ്ട, അതിനെ അതിജീവിക്കുവാനുള്ളതായ രഹസ്യം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. എന്റെ ഈശോയെ എന്ന് നിനക്കൊന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുകയാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ യേശുവിന്റെ നാമം ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചപ്പോഴേ അവന്റെ ഹൃദയത്തിൽ അത് പരിശുദ്ധാത്മാവ് ശക്തമായി ഉല്ലേഖനം ചെയ്തു. ആ നാമം, ഈശോ എന്ന മധുരമായ നാമം വിളിക്കുവാനുള്ളതായ പ്രചോദനം അവന് കിട്ടി. അവൻ പിന്നീട് അത് പ്രായോഗികമാക്കാൻ തുടങ്ങിയാണ്. അമ്മയോട് ഭയങ്കരം വിരോധം വെറുപ്പും ഉണ്ടായിരുന്ന അവന് അമ്മയെ പലപ്പോഴും ചീത്ത പറയുമായിരുന്നു. അമ്മയെ ചീത്ത പറയാനായിട്ടുള്ളതായ പ്രലോഭനം ഉണ്ടാകുമ്പോഴേ അവൻ ഹൃദയത്തിൽ ആദ്യമേ വിളിക്കാൻ തുടങ്ങി, എന്റെ ഈശോയെ എന്ന്.
പിന്നീടാകട്ടെ അവനത് ഉറക്കെ വിളിക്കാൻ തുടങ്ങി, എന്റെ ഈശോയെ എന്ന്. 1, 2, 3 പ്രാവശ്യം ഈ സംഭവം അവന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഈശോയെ എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോഴേ അവന്റെ അമ്മ ചോദിച്ചു, എന്താടാ മോനെ നീ ഈശോയെ വിളിക്കുന്നത്? അമ്മ, എനിക്ക് ആകപ്പാടെ ദേഷ്യവും വെറുപ്പുമായിരുന്നു. അമ്മയെ ചീത്ത പറയണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഈശോയെ എന്നുള്ള നാമം ഞാൻ വിളിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ അത് എന്നേക്കുമായി നിന്ന് വിട്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന്. അശുദ്ധമായ പ്രലോഭനത്തിലായിരുന്ന ആ നിമിഷങ്ങളിൽ അമ്മയോട് പറയാണ്, അശുദ്ധമായ പ്രലോഭനത്തിലായിരുന്ന നിമിഷങ്ങളിൽ ചില സ്ത്രീകളെ ഞാൻ പീഡിപ്പിക്കണമെന്ന് തോന്നിയ നിമിഷങ്ങളിൽ ഞാൻ അവരെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും എല്ലാം പീഡിപ്പിക്കാൻ തോന്നുന്ന അവസരത്തിലും ഈശോയെ എന്ന് പറയുമ്പോഴേ ആ സാഹചര്യത്തിൽ നിന്ന് ഓടിയൊഴിക്കുവാനുള്ളതായ ഒരു പ്രചോദനം എനിക്ക് ലഭിച്ചു എന്ന് പറയാണ്. പൊന്നുമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, യേശുവെന്ന തിരുനാമത്തിന്റെ ശക്തിക്ക് നമ്മെ പാപത്തിൽ നിന്ന് വിമോചിക്കുവാനും രക്ഷിക്കുവാനും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ളതായ കരുത്ത് തരുവാൻ സാധിക്കും. മറ്റൊരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അവന്റെ 2 വീലർ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേ പുറകെ വണ്ടി വരുന്നു, മുമ്പേ വരുന്നു, എങ്ങനെ വെട്ടിച്ച് മുന്നോട്ട് പോകണമെന്നറിയില്ല. വലതേക്ക് വശത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആ കൊക്കയിലേക്ക് വീഴും. അവൻ ഉറക്കെ നിലവിളിച്ചു, ഈശോയെ എന്ന് അങ്ങ് നിലവിളിക്കുകയാണ്. മുമ്പേ വന്നതായ വണ്ടി അവിടെ സ്റ്റക്കായി പോയി, പുറകെ വന്നതായ വണ്ടി അവിടെ അങ്ങ് നിന്നു, ഇവന്റെ ഈ 2 വീലറും അവിടെ നിന്നു. അതിനെക്കുറിച്ച് അവൻ പറയുന്നത് ഈശോ എന്നുള്ള പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാണ്. ഈ തിരുവചനം കേൾക്കുന്ന എന്റെ പൊന്നുമക്കളെ, ഈ പ്രഭാതത്തിൽ നമുക്കൊരു വലിയൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ അധരങ്ങളിൽ ഈശോ എന്നുള്ള നാമം നിറഞ്ഞു നിൽക്കട്ടെ. ഈശോയുടെ നേരെയുള്ളതായ സ്നേഹത്താലും പ്രത്യാശയാലും വിശ്വാസത്താലും നമ്മുടെ ഹൃദയം ശക്തി പ്രാപിക്കട്ടെ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 434 വചനത്തിൽ പറയുന്നുണ്ട്, യേശുവിന്റെ പുനരുത്ഥാനത്തിലൂടെ യേശുനാമം അങ്ങേയറ്റം അങ്ങ് ഉയരുകയായിരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മുളങ്കാലുകളും മുട്ടുമടക്കട്ടെ ആ തിരുനാമത്തിന്റെ ശക്തിയിൽ നിന്ന് പൗലോസ്ലീഹ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതെ, ആ തിരുനാമത്തിന്റെ ശക്തി, ദൈവം അവന്റെ നാമത്തെ എല്ലാ നാമത്തേക്കാൾ വലുതായി ഉയർത്തി എന്ന് പറയാണ്. അതാണ് യേശുവിന്റെ നാമത്തിന്റെ ശക്തി. ലൂക്കാ അറിയിച്ച സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ 17, 18 തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, അപ്പസ്തോലന്മാർ ഈശോയോട് വന്ന് പറയാണ്. വലിയ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതിനു ശേഷം അവർ ഈശോയുടെ അടുക്കൽ വന്ന് പറയാണ്, കർത്താവേ, നിന്റെ തിരുനാമത്തിന്റെ ശക്തിയാല് പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന്. പിശാചിനെ കീഴ്പ്പെടുത്തുവാനുള്ള ശക്തി യേശുവിന്റെ ശക്തമായ നാമത്തിനുണ്ട് എന്ന് അവർ ഏറ്റുപറയായിരുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ എന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് സാത്താനെ ബഹിഷ്കരിക്കുവാൻ തുടങ്ങിയപ്പോഴേ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് അവൻ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈശോ വളരെ വ്യക്തമായി അവരെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ലൂക്കാ അറിയിച്ച സുവിശേഷത്തിലെ 23-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ തിരുവചനം, ഒരു വ്യക്തിയുടെ രക്ഷ മുഴുവനും കാണുന്നത് അവിടെ നമ്മൾ കാണുന്നുണ്ട്. ആ കള്ളൻ, യേശുവിന്റെ വലതുവശത്ത് കിടന്നതായ കള്ളൻ, അവൻ ഒരു കാര്യം വിളിക്കുന്നുണ്ട്. യേശുവേ എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. യേശുവേ, അങ്ങ് ഇന്ന് പർദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കാമോ എന്നൊരു ചോദ്യമാണ് അവൻ ചോദിക്കുന്നത്. യേശുവേ എന്നുള്ളതായ നാമം, ആ നാമത്തിന്റെ ശക്തി ഈശോയുടെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കുകയാണ്. ആ ദിവ്യനാമം അവിടുത്തെ ആത്മാവിനെ ഒന്ന് സ്പർശിച്ചു, അവിടുത്തെ പ്രാണനെ ഒന്ന് തൊട്ടു. ഈശോ അവന്റെ പക്കലേക്ക് തിരിയുകയാണ്. ആ കള്ളൻ, അതുവരെ അവിടെ തിന്മയിൽ ജീവിച്ചവൻ, വചനം പറയുന്നുണ്ട്, അവന്റെ ഇരുവശത്ത് കിടന്നതായ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടവരും അവനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടവരും എന്ന് പറയുമ്പോൾ ഇടതുവശത്തും വലതുവശത്തും കിടന്ന കള്ളനാണ്. എന്നാല് ഈ കള്ളനൊരു കൃപ കിട്ടിയെന്താണെന്നറിയാമോ? അവന് യേശുവിന്റെ ചൈതന്യത്തെ, യേശുവിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ സാധിച്ചു. അവൻ യാദൃച്ഛികമായി നോക്കിയപ്പോൾ, യേശുവിന്റെ പക്കലേക്ക് നോക്കിയപ്പോൾ, കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് യൂദന്മാരുടെ രാജാവായ നസറായനായ ഈശോ. യൂദന്മാരുടെ രാജാവായ നസറായനായ ഈശോ, അവൻ അവസാനം കിട്ടിയ നാമം ആ ഈശോ എന്നുള്ള നാമമാണ്. അവന് പെട്ടെന്ന് മനസ്സിലായി, കുഞ്ഞുമക്കളെ, യൂദന്മാരുടെ രാജാവായ നസറായനായ യേശു, ആ യേശു അവന്റെ ജീവിതത്തെ മുഴുവനും ഇളക്കി മറിക്കുകയായിരുന്നു. അനുതാപത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക്, ജീവിത നവീകരണത്തിലേക്ക്, വിശുദ്ധീകരണത്തിലേക്ക് അവന്റെ ജീവിതത്തെ ഈശോ നയിച്ചു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, യേശുവേ, അങ്ങ് ഇന്ന് പർദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. നമുക്കറിയാമല്ലോ എന്താണ് ഈശോ അവനോട് പറഞ്ഞത്. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് രാത്രിയിൽ നീ എന്നോടുകൂടി പർദീസായിലായിരിക്കുമെന്ന്. പൊന്നുമക്കളെ, നമുക്ക് ഈ നാമത്തെ ഉപയോഗിക്കാം.
ഉണ്ണി പുൽത്തൊഴുത്തിന്റെ മുമ്പിൽ, പുൽക്കൂട്ടിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് നമുക്ക് അവിടുത്തോടൊന്ന് പറയാം, എന്റെ ഉണ്ണി മിശിഹായെ എന്നെ രക്ഷിക്കണമേ എന്ന്. ഞാൻ സൂചിപ്പിച്ചല്ലോ, 79-ാമത്തെ സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ പറഞ്ഞതായ കാര്യം, ഞാൻ തീർത്തും നിലം പറ്റിയിരിക്കുന്നു, ഞാൻ തീർത്തും നിലം പറ്റിയിരിക്കുകയാണ്. എന്റെ രക്ഷയായ ദൈവമേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തെ പ്രതി എന്നെ സഹായിക്കണമേ എന്ന്. നാമത്തിന്റെ മഹത്വം, ഈ പരിശുദ്ധമായ നാമം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഒരിക്കൽ ഒരു പരീക്ഷ എഴുതുവാൻ പോകുന്ന ഒരു കുട്ടി, ജാനുവരിയിൽ പരീക്ഷയാണ്, IELTS പരീക്ഷ എഴുതണം. 5 പ്രാവശ്യം എഴുതി പരാജയപ്പെട്ടിട്ട് വേണ്ട മാർക്ക് ലഭിക്കാതെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരുന്നതായ ആ മകനോട് പറഞ്ഞു, നീ ഒരിക്കൽ കൂടി പരീക്ഷയ്ക്ക് എഴുത്, അതിന് ക്രിസ്മസിന് വേണ്ടി നന്നായിട്ട് നീ ഒരുങ്ങിയിട്ട് ആ പുൽത്തൊഴുത്തിൽ പിറന്നു കിടക്കുന്ന യേശുവിന്റെ അരികിലേക്ക് എന്ന രീതിയിൽ നീ ചെല്ല്. ആ ഉണ്ണിമിശിഹായുടെ മുഖത്തേക്ക് നീ നോക്കി പറ, എന്റെ കർത്താവേ, എന്റെ ഉണ്ണീശോയെ, നീ എന്നെ അനുഗ്രഹിക്കുകയില്ലേ? സമ്മാനം തരുവാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിലുള്ളത് മാത്രം ഈ 4ഉം 5ഉം പ്രാവശ്യം എഴുതി പരാജയപ്പെട്ട പരാജയമല്ലാതെ എനിക്കൊന്നുമില്ല. അമ്മ എന്നെ പരിഹസിക്കുന്നു, അപ്പൻ പരിഹസിക്കുന്നു, അനിയത്തി പരിഹസിക്കുന്നു, അയൽക്കാര് പറയുന്നു, നിനക്ക് 5 പ്രാവശ്യം എഴുതിയിട്ട് ജയിക്കാത്തവൻ നീ എന്തിനാ പോകുന്നതെന്ന്. എന്നാൽ ഈശോ, ഇതാ ഞാൻ വരുന്നു, എന്റെ പരാജയങ്ങളും എന്റെ തകർച്ചകളും എന്റെ വീഴ്ചകളും എന്റെ നാണക്കേടുകളും അവമാനങ്ങളും എല്ലാം നിനക്ക് തന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്നെ ഒന്ന് നീ ജയിപ്പിക്കാമോ എന്ന് ചോദിക്കുകയാണ്. കുഞ്ഞുമക്കളെ, മനസ്സിലാക്കിക്കൊള്ളുക, ആ മകന്റെ പ്രാർത്ഥനയ്ക്ക് ഉണ്ണീശോ ഫലം നൽകി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, ദിവ്യബലിയിൽ പങ്കെടുത്തു. ദിവ്യബലിയിൽ അവൻ ഭക്തിപൂർവ്വം പങ്കെടുക്കുകയാണ്. അവന്റെ ഹൃദയത്തിൽ മുഴുങ്ങിക്കേട്ടു. ഒരിക്കൽ അവൻ കേട്ടതായ ഒരു പ്രഭാഷണമായിരുന്നു, ഓരോ ദിവ്യബലിയിലും ഉണ്ണിമിശിഹായുടെ തിരുവവതാരം നടക്കുന്നുണ്ട്, ഓരോ ദിവ്യബലിയിലും ഈശോ പിറക്കുന്നുണ്ട്. ആ യേശുവിനെ നമ്മൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുമ്പോഴേ അവൻ നമുക്ക് വേണ്ട ശക്തി തരും, വേണ്ട പ്രചോദനം നമുക്ക് തരും. അവൻ പണ്ട് എവിടെയോ കേട്ട ഒരു പ്രഭാഷണം അവന്റെ ഹൃദയത്തിൽ ആ ദിവ്യബലിയുടെ സമയം മുഴുവനും വന്നു. ഈശോ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോഴേ അവന് ആ കാര്യമെല്ലാം അങ്ങ് മറന്നുപോയിട്ട് ഒരു കാര്യം മാത്രം അവൻ ഓർത്തു, ഓ എന്റെ ഈശോയെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന്. 42-ാമത്തെ സങ്കീർത്തന ഭാഗം ഈ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കേട്ടില്ലേ, എന്റെ ദൈവത്തെ ഞാൻ എപ്പോൾ കാണും, ഞാൻ എപ്പോൾ അവിടുത്തെ ഒന്ന് കണ്ട് അവിടുത്തെ ഞാൻ ആരാധിക്കും, എന്റെ ദൈവത്തെ തന്നെ, എന്റെ ദൈവമേ, അങ്ങേക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു എന്ന്. ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഉള്ളിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ആ ഈശോയെ സ്നേഹിച്ചും ആരാധിച്ചും സ്തുതിച്ചും പ്രാർത്ഥിച്ചുമെല്ലാം അവൻ കുറെ സമയം കഴിഞ്ഞു പോയപ്പോഴാണ് ഓർത്തത്, ഞാൻ ദൈവമേ, ഞാനൊന്ന് അത് പ്രാർത്ഥിച്ചില്ലല്ലോ. എഴുതാൻ പോകുന്ന പരീക്ഷ, അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിൽ ഞാൻ ജയിക്കുമോ എന്നുള്ള സംശയം, ഇത് ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് അവന് ഒരു സംശയം വന്നു. ഉടനെ തന്നെ അവൻ പറയാണ്, എന്റെ ഹൃദയത്തിൽ മുഴുകി കേട്ടു, നിന്റെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. എന്നാൽ ഞാൻ ഏറ്റവും അനുഭവിച്ച എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് ഉണ്ണിമിശിഹായായി കടന്നു വന്നപ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ദാഹം ഞാൻ കണ്ടു, നിന്റെ ആത്മാവിൽ ഞാൻ ലയിച്ചുപോയി. നീ എന്നെ സ്നേഹിക്കും തോറും ഞാൻ നിന്റെ ആത്മാവിൽ ലയിച്ചു. നിന്റെ പ്രത്യാശ മുഴുവൻ എന്നിലേക്ക് വയ്ക്കും തോറും ഞാൻ നിനക്ക് കരുത്ത് തന്നുകൊണ്ട് ഞാൻ അവിടെ വസിച്ചു. ഞാൻ നിനക്ക് ശക്തി തരും, അനുഗ്രഹം തരുമെന്ന്. പരീക്ഷ എഴുതിയ ആ മകൻ ഫോണെടുത്ത് ജയിച്ച റിസൾട്ട് വന്നപ്പോഴേ ആദ്യമായി എടുത്ത് വിളിച്ച് പറയാണ്, ഞാൻ ആ പരീക്ഷയിൽ ജയിച്ചു, 9 മാർക്ക് വീതം കിട്ടിയെന്ന് പറയാണ്. നോക്കിയേ, ഉണ്ണിമിശിഹ നൽകുന്ന അനുഗ്രഹമാണ്. പൊന്നുമക്കളെ, ഡിസംബർ മാസത്തിലെ ഈ ക്രിസ്മസിലൂടെ നമുക്ക് വലിയ അനുഗ്രഹം ഈ ഉണ്ണിമിശിഹായിൽ നമുക്ക് സ്വീകരിക്കാൻ പരിശ്രമിക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്നറിയാമോ? ആ യേശുവിനെ ഹൃദയത്തിൽ സംഭവിച്ചുകൊണ്ട് ആ മധുരമായ നാമം നമുക്ക് ഉച്ചരിക്കാം, അതിൽ നമുക്ക് വിശ്വസിക്കാം. പത്രോസ് പറയുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന്. അത് യേശുവിന്റെ പരിശുദ്ധമായ നാമമാണ്. ആ ദിവ്യനാമം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ആ ദിവ്യനാമത്തിൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ആ ദിവ്യനാമത്തിന്റെ ശക്തി നമുക്ക് എന്തെന്നില്ലാത്ത ചൈതന്യം പ്രദാനം ചെയ്യട്ടെ. ഈശോയുടെ നാമത്തിൽ നമുക്ക് എല്ലാ തിന്മകളെയും ദൂരെ അകറ്റാൻ പരിശ്രമിക്കണം. ഒരിക്കലും ഒരു സ്ത്രീ കഴിഞ്ഞ ആഴ്ച പറയായിരുന്നു, ഈ ബ്രസ്റ്റിൽ ഭയങ്കര ഒരു ലംബുണ്ട്, അത് വേദനയായി പൊളയാണ്, കയ്യിൽ കാശില്ല, ആശുപത്രിയിൽ പോകാൻ കാശില്ല, ആ കാശ് ശനിയാഴ്ചയെ കിട്ടുള്ളൂ, അപ്പോൾ മാത്രമേ ആശുപത്രിയിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഈശോയുടെ നാമം നമുക്ക് വിളിക്കാം, ഈശോയെ വിളിക്കാം. നിനക്ക് വേദനയുള്ള ഭാഗത്ത് നിന്റെ കൈവച്ചുകൊണ്ട് നീ പറയണം, ഈശോയെ,
അങ്ങയുടെ അനന്തമായ ശക്തിയാൽ, നാമത്തിന്റെ മഹത്വത്താൽ, നാമത്തിന്റെ ശക്തിയാൽ എന്നെ നിനക്ക് സുഖപ്പെടുത്താനാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തിരുനാമത്തിന്റെ ശക്തിയെ വാഴ്ത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ദിവസത്തിൽ നീ 3 പ്രാവശ്യം ചെയ്യേ, സന്ധ്യയാകുമ്പോഴത്തേനും നിനക്ക് പരിപൂർണ്ണ സൗഖ്യമായിരിക്കുമെന്ന്. അവൾക്ക് അതുപോലെ തന്നെ സംഭവിച്ചു. പ്രഭാതത്തിൽ അവളുടെ വേദന രാത്രി വിളിച്ചു പറഞ്ഞു. പ്രഭാതത്തിൽ അവൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. തിരുനാമത്തിന്റെ ശക്തിയുടെ സവിശേഷത കാരണം അവൾക്ക് പരിപൂർണമായ ഒരു വിടുതൽ, ഒരു വിമോചനം കിട്ടുകയാണ്. പിന്നീട് അവൾക്ക് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്താണെന്നറിയാമോ? തിരുനാമത്തിന്റെ ശക്തിയാണ്. പൊന്നുമക്കളെ, നമുക്ക് ഈ തിരുനാമത്തിന്റെ ശക്തിയെ നമുക്ക് ഉപയോഗിക്കാം. ഈ ക്രിസ്മസ് കാലത്ത് ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ തിരുപ്രതിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴേ അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടകരമായ നാമം, മധുരമായ നാമം, ഇമ്പകരമായ നാമം, ദൈവം കൽപ്പിച്ചയച്ചതായ നാമം, ദൈവത്തിന്റെ നാമം, ആ നാമം ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് പോകാം. ആ നാമം ആദ്യമായി ചെയ്യുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തും. എല്ലാ മുഴങ്കാലുകളും ആ നാമത്തിന് മുട്ടുകുത്തും, ദൈവത്തെ മഹത്വപ്പെടുത്തും. 2, ആ നാമം നമുക്ക് എന്തെന്നില്ലാത്ത വിശുദ്ധീകരണം തരും. 3, ആ നാമം എന്തെന്നില്ലാത്ത പാപമോചനം നമുക്ക് തരുന്നുണ്ട്. പാപമോചനം ആ നാമത്തിന്റെ ശക്തിയായി തന്നെ നമുക്ക് കിട്ടും. അനുതാപത്തിന്റെ കൃപ, അല്ലെങ്കിൽ കുമ്പസാരിച്ചു എന്ന് പോലും വിചാരിക്കേണ്ട. ആ തിരുനാമം ഉച്ചരിക്കുമ്പോൾ തന്നെ പാപത്തിന്റെ ബന്ധനം, പാപത്തിന്റെ കെട്ട് കർത്താവായ ദൈവം അഴിച്ചു മാറ്റുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ തിരുനാമത്തിന്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കും. രോഗികൾ സുഖം പ്രാപിക്കുന്നു തിരുനാമത്തിന്റെ ശക്തിയില്. തിന്മകളെ ബന്ധിക്കുവാൻ, സർപ്പശല്യം ഉണ്ടായിരുന്ന വീട്ടില് തിരുനാമത്തിന്റെ ശക്തിയിൽ മേലിൽ കയറി വരരുത് എന്ന് ശാസിക്കുന്ന ഗൃഹനാഥന്റെ, കുടുംബനായകന്റെ ശാസനയുടെ മുമ്പില് എന്തെന്നില്ലാത്ത ദൈവശക്തി പ്രകടമാക്കപ്പെട്ടു. തിരുനാമത്തിന്റെ ശക്തി. അതേ പൊന്നുമക്കളെ, ഈ തിരുനാമത്തിന്റെ ശക്തി എപ്പോഴും ഉപയോഗിക്കാം. ജീവിതത്തിലെ എല്ലാ നിമിഷവും നമുക്കിത് പറയാം. രോഗ അവസരങ്ങളില്, മരണവിനാഴികയിൽ ആ നാമം ഉച്ചരിക്കുമ്പോഴേ എന്തെന്നില്ലാത്ത സ്വർഗീയ ശക്തി കിട്ടും. നമുക്കറിയാമല്ലോ, നല്ല കള്ളൻ അവന്റെ മരണത്തിന്റെ പടിവാതിക്കൽ നിന്നുകൊണ്ടാണ് അവൻ പറഞ്ഞത് യേശുവേ എന്ന് പറഞ്ഞത്. അന്ന് ഈശോ പറഞ്ഞത്, ഇന്ന് രാത്രിയിൽ നീ എന്നോടുകൂടി ആയിരിക്കുമെന്ന്. ഈശോയുടെ പരിശുദ്ധമായ നാമം ഉച്ചരിക്കുന്ന ഒരു വ്യക്തിയും നരകത്തിൽ പോവില്ല, ഒരാത്മാവും നശിക്കുകയില്ല. ഈ തിരുവചനങ്ങൾ കേട്ട എന്റെ പൊന്നുമക്കളെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച്, കൈകൂട്ടിപ്പിടിച്ച്, ശിരസ് നമിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തി, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിന്റെ അഭിഷേകം ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങ് അയക്കണമേ. ഈശോ എന്നുള്ള മധുരമായ നാമം ഉച്ചരിക്കുവാൻ വേണ്ട കൃപ ഈ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയിൽ വിശ്വസിക്കുവാൻ ഇവരുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ. ഓരോ നിമിഷത്തിലും ഈ പരിശുദ്ധമായ നാമം ഏറ്റുപറയുവാൻ വേണ്ടി ഇവരുടെ അധരങ്ങളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. തിരുനാമത്തിന്റെ ശക്തി ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ ദേശത്തെയും ഇവരുടെ നാടിനെയും എല്ലാം ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുവാൻ ഇടവരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. തിരുനാമത്തിന്റെ ശക്തിയാൽ നിങ്ങൾ സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ധരയിൽ നീല നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം